ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് യുണൈറ്റഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റയൽ മാഡ്രിഡ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റയൽ മാഡ്രിഡിൽ ഇപ്പോൾ, അതായത് ഈ വരുന്ന ഞായറാഴ്ച അവിടെ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. റയൽ മാഡ്രിഡിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 20 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എതിരില്ലാതെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന പെരസിനെതിരെ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഈ ഇലക്ഷന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഇലക്ഷന് പെരസിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള റിക്വൽമി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടിയാണ് ഈ ഒരു എലക്ഷൻ ഒരു വൺ സൈഡ് അല്ല, ഒരു കോമ്പറ്റീഷനിലേക്ക് പോവാണ് എന്നുള്ളൊരു ഫീൽ വന്നു തുടങ്ങിയിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ്. പുള്ളിക്കാരൻ പറയാണ്, പുള്ളിക്കാരൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ സമ്മർ ട്രാൻസ്ഫറിലുള്ള ഫസ്റ്റ് സൈനിങ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും എർലിംഗ് ഹാലൻഡ് അതുപോലെ തന്നെ റോഡ്രി, ഈ രണ്ടുപേരെ സൈനിങ് പുള്ളിക്കാരൻ നടത്തും എന്നാണ് ആളൊരു കാൻഡിഡേറ്റ് മീറ്റിൽ ആൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനൊരു മീറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു കാൻഡിഡേറ്റ് മീറ്റ്, ഇങ്ങനൊരു പ്രഖ്യാപനം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായത് പെരസിന്റെ ഫസ്റ്റത്തെ ഇലക്ഷൻ സമയത്താണ്. അന്ന് ആള് ഫിഗോയെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതായത് ബാഴ്സലോണയിൽ നിന്നും ഫിഗോയെ കൊണ്ടുവരും. അതുപോലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ റിക്വൽമി ഈ ഇലക്ഷൻ ടൈമിലെ കാൻഡിഡേറ്റ് സ്പീച്ചിൽ നടത്തിയിട്ടുള്ളത്. അവിടെയാണ് ഈ ഇലക്ഷന്റെ ഒരു ടാറ്റിക്സ് അപ്പാടെ മാറി. കാരണം 2001 പെരസ് എങ്ങനെയാണോ ഇലക്ഷനെ ടാറ്റിക്സ് തീരുമാനിച്ചിട്ടുണ്ടായത്, അതേ ഫോർമുല തന്നെയാണ് ഈ വട്ടം റിക്വൽമി എടുത്തിട്ടുള്ളത്. അതിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പെരസ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഇപ്പോൾ ഫുൾ മീഡിയ, ഫുൾ ജേർണലിസ്റ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 150 മില്യൺ ഒരു ബിഡ് ഈ വരുന്ന വീക്കിൽ റയൽ മാഡ്രിഡ് ഒഫീഷ്യലായിട്ട് ഒരു യങ് പ്ലെയർക്ക് വേണ്ടി ബിഡ് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രം. ആരാണ് ആ പ്ലെയർ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. നമ്മളും ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം 150 മില്യണിൽ റയൽ മാഡ്രിഡ് ഒരു പ്ലെയറിന് ബിഡ് വയ്ക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ പ്ലെയർ ആരായിരിക്കും എന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അതിന് ആദ്യത്തെ നമുക്കൊരു ചെറിയൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അതൊരിക്കലും ഒരു പ്രീമിയർ ലീഗ് പ്ലെയർ അല്ല. പ്രീമിയർ ലീഗ്, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ പെരസ് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും കിടക്കണം ബാക്കി ലീഗുകൾ, അതിന്റെ കൂടെ സ്പാനിഷ് ലീഗ്. ഞാൻ എന്താണ് ഈ സ്പാനിഷ് ലീഗ് എന്ന് എടുത്തു പറയാൻ ഉള്ള കാരണം, ഇതിനു മുമ്പ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ പെരസിന്റെ ആദ്യത്തെ ഇലക്ഷന്റെ ടൈമില് പെരസ് ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അന്ന് പുള്ളിക്കാരൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്പാനിഷ് ലീഗിലെ തന്നെ റയൽ മാഡ്രിഡിന്റെ ബദ്ധ ശത്രുക്കളായിട്ടുള്ള ബാഴ്സലോണയിലെ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന ഫിഗോയെ ടീമിൽ എത്തിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഈ വട്ടവും നമ്മളൊരു സ്പാനിഷ് ലീഗ് ടീമിൽ നിന്നുള്ളൊരു യങ്സ്റ്ററെ കൂടി പ്രതീക്ഷിക്കാം. ഇപ്പൊ പല മീഡിയസും പറയുന്നത്, ഒന്ന് ബയൺ മ്യൂണിക്കിൽ നിന്നുള്ള ഒലേസ് ബ്രില്യൻ മൂവ് ആയിരിക്കും, ബ്രില്യൻ ഓപ്ഷൻ ആണ്, ഉറപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒലേസയ്ക്ക് വേണ്ടി 150 മില്യണിൽ ബയണിനായിട്ടൊരു കോണ്ടാക്ട് നടക്കും, അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു മൂവ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. കാരണം ഒലേസയ്ക്ക് വേണ്ടി ഒരിക്കലും റയൽ മാഡ്രിഡ് 150 മില്യൺ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് വരുന്നത് PSG-യിലെ 2 പ്ലെയേഴ്സാണ്. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഈ 2 പ്ലെയേഴ്സിൽ തന്നെയാണ്. പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള വിറ്റീനയും അതേപോലെ തന്നെ ജാവോ നെവസ്. ഈ 2 പ്ലെയറിൽ ഒരാളായിരിക്കും പെരസ് ടാർഗറ്റ് ചെയ്യുന്ന ആ യങ് സ്റ്റാർ എന്ന് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 2 പ്ലെയേഴ്സിലാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരു സ്പാനിഷിലെ ഒരു അത്ര റിലവന്റ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് അല്ല, പക്ഷെ പുള്ളിക്കാരൻ റിപ്പോർട്ട് ചെയ്തതാണ് എന്നെ കുറച്ചുകൂടി ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സലോണ ടാർഗറ്റ് ചെയ്യുന്ന
അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്പാനിഷ് മീഡിയസ് എല്ലാം ഒന്ന് മൈൻഡില്ലാതെ വെച്ചിരിക്കുന്ന ഒരു പ്ലെയറാണ് ജൂലിയൻ അൽവാരസ്. കാരണം അത് ഓൾറെഡി ബാഴ്സലോണയാണ് ടാർഗറ്റ് എന്നുള്ളൊരു ന്യൂസ് മാത്രം നിലവിലുള്ളൂ. ബാക്കി ജൂലിയൻ അൽവാരസിന്റെ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റും പിന്നെ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നത്. ജൂലിയൻ അൽവാരസിലേക്ക് റയൽ മാഡ്രിഡ് ചിലപ്പോൾ ഒരു മൂവ് നടത്തിയേക്കാം. പക്ഷെ അപ്പോഴും 150 മില്യൺ എന്ന് പറയുന്ന ഒരു എമൗണ്ടിലുള്ള പ്ലെയർ ഉണ്ടോ ജൂലിയൻ അൽവാരസ് എന്ന് ചോദിച്ച സംശയം. എൻ്റെ അഭിപ്രായത്തില് PSG വിറ്റീനി തന്നെ ആയിരിക്കും റയൽ മാഡ്രിഡ് 150 മില്യന് ബിഡ് വെക്കാൻ പോകുന്ന പ്ലെയർ. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് കക്കയുടെയും റൊണാൾഡോയുടെയൊക്കെ ഒരു വേർഷൻ ആയിരിക്കും ഉള്ള ഒരു യങ് പ്ലെയർ ആണ് എന്നാണ്. ഒരിക്കലും വിറ്റീനിയെ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ റീസെന്റ്, അതായത് ഇപ്പോഴത്തെ സിനാരിയോയിലെ മിഡ്ഫീൽഡിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റീനി. സംശയമില്ലാത്ത കാര്യമാണ്. ഈ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ ഫ്രഞ്ച് ലീഗ് നല്ല കുറവായതുകൊണ്ട് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവും വിറ്റീനിയുടെ പൊട്ടൻഷ്യൽ എന്താണ് ആ പ്ലെയറിൽ നിന്ന് ഒരു ടീം എങ്ങനെ എന്തൊക്കെ നേടാം എന്നുള്ളതിന്റെ ഈക്വൽ എക്സാമ്പിളാണ് വിറ്റീനിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും വിറ്റീനിയയിലേക്കായിരിക്കും ആ 150 മില്യന്റെ ബിഡ് പോകാൻ ചാൻസ്. ജൂലിയൻ അൽവാരസിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ജൂലിയൻ അൽവാരസും എന്തായാലും ജാഗോനാവസ് ആയിരിക്കില്ല, ഒലീസ ആയിരിക്കില്ല. വിറ്റീനിയ ഓർ ജൂലിയൻ അൽവാരസ്, ഈ രണ്ട് ഒരു പ്ലെയറിലായിരിക്കും പെരസ് 150 മില്യന് ബിഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്? ഏത് പ്ലെയർ ആയിരിക്കും റയൽ മാഡ്രിഡ് 150 മില്യന് ബിഡ് ചെയ്യാൻ പോകുന്നത്? കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.